എല്ലാ മീഡിയയ്ക്കും ഒരു നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ്. കാരണം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 87 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസാണ് ആട് എന്ന സിനിമ നേടിയിരിക്കുന്നത്. വലിയ വിജയമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിയെ, അതിലെ കഥാപാത്രങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ അവരുടെ എക്സ്പെക്റ്റേഷന് ഒരു ഡിസപ്പോയിൻമെൻറ്റും വരുത്തിയില്ല എന്നവർ തന്നെ തീരുമാനിക്കുകയും ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ തിയേറ്ററിലേക്ക് വരും, ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് അവരെന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക് അത് നമുക്ക് മാത്രമല്ല മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനമെടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈനിലൂടെ അടുത്ത ആട് 4ൻ്റെ കഥ എന്തായിരിക്കുമെന്ന് ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഉത്തരം കിട്ടിയുണ്ടായി. ഇത് ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. വിജയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആട് 3 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പം. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ഈ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഔപചാരികതകളും ഫോർമാലിറ്റികളും ഒന്നുമില്ല. അതുപോലെ നമുക്ക് ആടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കുമൊക്കെ കടക്കാം. താങ്ക് യു.
അതിനു മുമ്പ് എല്ലാവരും ഒരു റൗണ്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിൻ്റെ തുടങ്ങിയോ ഗോവൻ ചേട്ടാ? കാവ്യ ഫിലിംസിനെ റെപ്രസെൻ്റ് ചെയ്ത് മിസ്റ്റർ ഗോവൻ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. വേണുചേട്ടൻ ഇന്ന് എത്തണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കുകളുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഈ സിനിമയുടെ വലിയ വിജയത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളും എല്ലാവരും ഈ സിനിമയെ വലിയൊരു ഹലോ ഓക്കെ നമ്മുടെ ആട് 3 സിനിമയെ വലിയൊരു വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അതിൽ കാവ്യ ഫിലിംസിൻ്റെ ഭാഗത്തുനിന്ന്, ഫ്രൈഡേയുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരുപാട് നന്ദി ആദ്യമേ തന്നെ പറയുകയാണ്. പിന്നെ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ വേറൊരു തെളിവുണ്ട്. അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് പലരും കടന്നു പോകുന്നത്. ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭീതിയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ ഒരു സിനിമയിലൂടെ ആട് 3 എന്ന സിനിമ അവിടെ റിലീസ് ചെയ്യുകയാണ്. അതിലൂടെ ആൾക്കാരെല്ലാവരും തിയേറ്ററിലേക്ക് പോവുകയാണ്. ആ തിയേറ്ററിലേക്ക് പോയി അവർ സാധാരണ ജീവിതത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. അത് വലിയൊരു വിജയം. അതിനപ്പുറം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ സ്നേഹമായിട്ട് കൂടിയാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് കിട്ടുക, ഒരു അനുഗ്രഹം കിട്ടുക, അപ്പോഴാണ് സക്സസ് ആവുന്നത്. അങ്ങനെയുള്ളൊരു സക്സസ്സായ ഒരു കൂട്ടായ്മയിൽ 1ലും 2ലും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഭിനയിക്കണമെന്ന്. പക്ഷേ ഇതിൽ 3ലാണ് എനിക്കൊരു എൻട്രി കിട്ടിയത്. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ ഡയറക്ടർ, അങ്ങനെ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും ആരായിരിക്കും എന്നെ വിളിച്ചത് എന്ന്. ഞാനിങ്ങനെ അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ്. കേരളത്തിൽ ഓരോ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായിട്ട് നമ്മുടെ ആട് 3 നിറഞ്ഞു ഓടുന്ന കാഴ്ചയാണ് ഇപ്പം ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കലാകാരൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷത്തിലാക്കി. എല്ലാം ഇത് പ്രോത്സാഹനം തന്ന് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആടിൻ്റെ ഈ കുടുംബത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ആട് 1ഉം 2ഉം ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ആട് 3ലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനായാലും വിജയനായാലും നമ്മളെ കൂടെ നിർത്തി. അതിലൊത്തിരി സന്തോഷം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ തമ്പുരാനോടും അതുപോലെ തന്നെ മിഥുനോടും വിജയനോടും അതുപോലെ തന്നെ വേണുസാറിനോടും എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ മിഥുൻ ചേട്ടനോടും വിജയ് ചേട്ടനോടും നന്ദി, എനിക്ക് സ്റ്റെല്ല എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ തന്നതിന്. എല്ലാവരും പറയുന്നു ഞാൻ പാപ്പനെ തേച്ചു എന്ന്. ഞാൻ പാപ്പനെ തേച്ചിട്ടില്ല. അതെ, ഞാൻ പാപ്പനോട് പറഞ്ഞു, പക്ഷേ പാപ്പൻ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ല. എന്തായാലും സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ എല്ലാവരും സ്വീകരിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മിഥുൻ ചേട്ടൻ്റെ 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. 3 സിനിമയും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ഒരുപാട് സന്തോഷം. അതന്നെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമസ്കാരം. ഒരുപാട് സന്തോഷം ആടിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കാൻ സാധിച്ചതിൽ. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചിത്രം പൂർത്തിയായത്. അത് വിജയ് ചേട്ടനും മിഥുനും ഇവരൊക്കെ എടുത്ത ആ ഒരു റിസ്ക് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം ഈ ഒരു വിജയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിലിരിക്കാൻ സാധിച്ചതിൽ. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇത്രയും മീഡിയ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ആട് ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. കാരണം സക്കരയുടെ ഗർഭിണികൾ തൊട്ടിട്ട് ഞാൻ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേയുടെ ഫിലിമിലാണ്.
അപ്പോൾ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആളുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് വന്നതിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമൻസ് എന്നാണ് അതിന് ഉത്തരവായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷൻ്റെ ഒരു 70-75% അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തോളാം. ഈ ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും വനിതയിലിരുന്ന് ഷോ കാണുന്ന ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം മൊത്തത്തിലൊരു ടെൻഷൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു. ആദ്യ ഷോയിൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് കൂടുതൽ ഷോ കാണുന്നത്. അതിനുശേഷമാണ് ആ ഷോയ്ക്കൊരു നമ്മൾ റിവ്യൂസ് ആണെങ്കിലും നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70-ാമത്തെ 75-ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ, അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിൻ്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മുടെ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് അഭിനയം ഏത് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വയ്ക്കാം എന്നുള്ളൊരവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആടിറങ്ങിയത്. അപ്പം അത് ഇങ്ങനെയൊരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻസ്ഡായിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ 95% ഓഫോളം ആളുകൾ ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടിത്തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് മുങ്ങിയിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് വന്നില്ല. അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ചോദിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങിയോ വിജയ് ബാബു? തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇപ്പം അത് കിട്ടിയിട്ട് ആദ്യം കടങ്ങൾ വീട്ടണം, അത് കഴിഞ്ഞ് വേണിച്ചേട്ട പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കാം. അതല്ലേ എൻ്റെ ഒരു ന്യായമായ കാര്യം. PM ഏകദേശം ഒരു 2 CR അടുത്ത് ഗ്രോസ് വന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ടേഷൻ ഒരു ഫൈനൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, ഇപ്പോൾ എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇങ്ങനൊരു കളക്ഷൻ
എനിക്ക് ഇത് എൻ്റെ ലൈഫിലും ആദ്യമായിട്ടാണ്. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പം ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായി. അപ്പോൾ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോടും ചോദിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പല ഇത് എത്ര വരാം, എനിക്കും അറിയില്ല, ഞാനും ഇതിൽ പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഓക്കെ, അത് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കുന്നു. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ്, അപ്പോൾ ഇതും ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ഈ എക്സ്പീരിയൻസ് എത്രയാവട്ടെ എന്ന് ഞാനും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അറിയില്ല, എത്ര വന്നാലും ഓക്കെയാണ്, സ്വീകരിക്കും. ഇപ്പോൾ വിജയ് ചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ മഴക്കാലത്തെങ്കിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം, അപ്പോൾ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന് പറയും. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണും ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് മിഥുൻ എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. മിഥുൻ, ആ ഷൂട്ടിംഗ് സമയത്ത് ഇപ്പോൾ ഈ സർദുൽ ഷമീറിൻ്റെ ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള സീൻ, അങ്ങനെ കുറേ സീനുകളുണ്ടല്ലോ. ഷൂട്ടിംഗ് സമയത്ത് മിഥുൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവമായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് ചിലപ്പോൾ തൂക്കിയ സീനുകളോട് എല്ലാം ഉണ്ടാവും, അതിലേതായിരിക്കും? എനിക്ക് ആ കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി, ഇപ്പോൾ പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. എനിവേയ്സ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയുന്നത് വിനായകൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്തായിരിക്കും, അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും. പുള്ളി തന്നെ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു, ഇനി ഒന്നും നോക്കണ്ട. സൈജു ഏട്ടനോട് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ചു കൊടുക്കും, വിനായകൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്, വിട്ടു കൊടുക്കരുത്. അപ്പോൾ സൈജു ഏട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക്ക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം, അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ജേട്ടൻ്റെ കൗണ്ടർ, ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പടനായകൻ കോമൻകുറുപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെൻറ്റുകൾ. അതുപോലെ ഇന്ദ്രൻസേട്ടൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പം നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണേന്ന്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവർ ചിരിക്കുന്നുണ്ടോ, യൂണിറ്റിലെ ചേട്ടന്മാരുടെയും
നമ്മുടെ ക്രെയിൻ ലെഞ്ചിബിലെ ആൾക്കാരെയൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഇല്ല ഇല്ല ഇല്ല, ആട് 1 നമ്മൾ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് ആട് 1 കൂടി എൻ്റെ ആശങ്കയെല്ലാം മാറിയായിരുന്നു. കാരണം പൊളിറ്റിക്കൽ സറ്റയർ നമുക്ക് പിടിക്കാം. നമ്മൾ കരുതിക്കൂട്ടിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായി സീരിയസ് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ചർച്ചകളും മറുചർച്ചകളും ഒക്കെ ആയിട്ട് വിവാദങ്ങളും ഒക്കെ വരിക. ഇത് ശുദ്ധമായ ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് അങ്ങനെ ഒരു സാധനം നമ്മുടെ പടത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പറഞ്ഞാൽ ചിരിക്കുമെന്ന് തന്നെയായിരുന്നു. ആ സ്പിരിറ്റിൽ തന്നെ ഇന്ന് വരെ ആളുകൾ എടുത്തിട്ടുള്ളൂ. ആട് 1 മുതൽ 1-2 പേര് പേഴ്സണൽ മെസ്സേജ് ആട് 1 അയച്ചതൊഴിച്ചാൽ ഇതുവരെയും PP ശശിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒരു എതിരഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടവരൊക്കെ സാത്താൻ സേവിയറിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നായകന് കിട്ടിയതിനേക്കാൾ ഒരു ഗംഭീരമായ ഇൻട്രൊഡക്ഷനാണ് സണ്ണി വെയിന് കൊടുത്തത്. ഞാൻ പറയുന്ന ആ സ്പോയിലർ ഇല്ലാതെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ സെറ്റ് ചെയ്തതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റും. കാരണം അത് ഭയങ്കര ഹൈ ആയിരുന്നു തിയേറ്റേഴ്സിൽ. ഓരോ മൂന്ന് പ്രധാനപ്പെട്ട ഹൈ മൊമെന്റ്സ് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? സണ്ണിച്ചൻ്റെ ക്യാരക്ടർ സാത്താൻ, ഫസ്റ്റ് ഓഫ് ഓൾ അത് കറക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നായകന്മാരാണ്. അതും ഒരു നായകൻ തന്നെയാണ്. അത് മറ്റൊരു കാര്യം. ഈ ഇൻട്രോസ് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആവേശപ്പുറത്ത് ആട് 1 അത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓഡിയൻസ് പ്രതീക്ഷിക്കും. ആട് 3 ആകുമ്പോഴത്തേക്കും 7-14 ഇൻട്രോസായി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകുമോ എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവിയറിൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവിയറിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അതൊരു പിന്നെ ആട് 2 എനിക്ക് സാത്താൻ സേവിയറിന് നല്ലൊരു എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ പെയ്ത് ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ച ഒന്നും നടന്നില്ല, പെരുമഴ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവിയറിൻ്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടിയും പിന്നെ നമ്മുടെ ഗണ്ണിൻ്റെ ടീമുകളും അവരാണ് ആ തീയും പരിപാടിയൊക്കെ ആയിട്ട്. അത് പറഞ്ഞാലും ഇനി സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിന് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട്. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, പുള്ളിക്ക് അത് കൊടുക്കാം. പക്ഷേ ഷാജി പാപ്പനോ സർവത്ത് ഷമീറോ ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാമെന്നല്ലാതെ പുള്ളി നമ്മളൊരു അങ്ങനെ ഒരു വൻ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി ഇങ്ങനെ 1000 പേരെ വെട്ടിക്കൊന്നു ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാമെന്നൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് സാത്താൻ സേവിയറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്. അതെ ഡീറ്റെയിലിംഗ് ആണ്. അതെ. 4th ഉപയോഗിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഇദ്ദേഹം ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമൊക്കെ ചേർന്ന് ഒരു ഡയറക്ടേഴ്സ് കട്ടിനുള്ള സാധ്യത തെളിഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ട് എന്നൊക്കെ പറയുന്നൊരു കട്ട് കാണാവുന്നതാണ്. അതിലിതെല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അത് പിന്നെ ഡ്യൂറേഷൻ പ്രശ്നമില്ല. 3.5 മണിക്കൂറായാലും ആളുകൾ ഇതിൻ്റെ ഒരു ഡയറക്ടേഴ്സ് കട്ട് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ സിനിമകൾ വരാറുണ്ടല്ലോ. വന്നാൽ അപ്പോൾ കാണാം. 4th ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതല്ല അത്. അല്ല, ഓപ്ഷൻ അവസരം ഇല്ലേ പറയൂ അതിൻ്റെ സാധ്യതകൾ. അല്ല, ആദ്യം തിയേറ്റർ റൺ കഴിയട്ടെ, അതിനുശേഷം അങ്ങനെ മിഥുൻ നേരത്തെ അതിനെക്കുറിച്ചുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ ചെയ്യും. ഉണ്ട്. പിന്നെ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ നല്ല സീനുകളൊക്കെ നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ചിലപ്പം അപ്രത്യക്ഷമാവും. അതിൽ എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഭയങ്കര വിഷമമാണ്. ഇദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് അത് ട്രിം ചെയ്യാൻ തൊടാൻ പറ്റില്ല എൻ്റെ പടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് നമുക്ക് നല്ല സീൻ മോശം സീൻ എന്നില്ല. കാരണം കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റിലേക്ക് നമ്മൾ ലോക്കാവും.
അപ്പോൾ ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിലപ്പം പോയിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിൽ വരുമ്പം വായിച്ചു പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. വിഷ്വലി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര വേണമെന്ന് വരില്ല. അത് രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയ്ക്ക് ആയപ്പോഴാണ് നമ്മൾ ആ ലോജിക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഫ്ലോയെക്കുറിച്ച് നമ്മൾ ബോധേടാവുന്നത്. അപ്പം ഇതിൽ മാറ്റി വെച്ചിരിക്കുന്ന സീനുകൾ അടുത്തതിലേക്ക് വരില്ല. പക്ഷേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം കാണാവുന്നതാണ്. സത്യമാണ്, അത് അങ്ങനെ വേണമല്ലോ. എൻ്റെ ഒരു ടേക്കാണ് അവസാനിക്കുന്നത്. ഇപ്പം ആട് ഫോറോട് കൂടി എൻ്റെ വേർഷനിലിതായിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ല കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പ്രൊഡക്റ്റും ഇദ്ദേഹത്തിൻ്റെതാണ്. മറ്റാർക്കെങ്കിലും ഇദ്ദേഹം ചൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും നല്ലൊരു കഥയുമായി വന്ന് അത് റീവാമ്പ് ചെയ്യാം. സ്പിൻ ഓഫ്സ് ഉണ്ടാവും എന്നുള്ളത് വേറെ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആട് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടായിരിക്കണം അല്ലേ. സ്പിൻ ഓഫ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ എടുക്കാം, മേ ബി ഷാജി പാപ്പൻ ടീമിനെയും എടുത്ത് നമുക്ക് വേറൊരു ഒരു ടെറൈനിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിൽ 1-2 കഥാപാത്രങ്ങൾ വേണമെങ്കിൽ. അപ്പം നമുക്കതിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് വൺ ലാസ്റ്റ് റൈഡോടുകൂടി ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വിച്ച് ഇസ് എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുന്ന അതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ. അത് നേരത്തെ തീരുമാനിച്ചു. ഇനി ഇത് റീവാമ്പ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ IP ആണ്. ഇദ്ദേഹത്തിനത് പുതിയ സെറ്റ് ഓഫ് ആളുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ അത്രയും പോപ്പുലർ ആവുകയാണെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സ്പൈഡർമാനൊക്കെ വരാറില്ലേ, പുതിയ ഷാജി പാപ്പൻ ക്യാരക്ടേഴ്സ് ആണല്ലോ. പുതിയ ഷാജി പാപ്പൻ, പുതിയ സർബത്ത് ഷമീർ, അത് കൊടുക്കുമല്ലേ, പുതിയ സർബത്ത് ഷമീർ, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ടേക്ക് എന്തായാലും അടുത്ത സിനിമയോടുകൂടി എൻ്റെ ആട് വേൾഡ് അവസാനിക്കുകയാണ്. ചേട്ടാ ഇവിടെ ചേട്ടാ ആട് 3 നോക്കിക്കഴിഞ്ഞാൽ 3 ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ആട് 2 ഉള്ളതായിട്ട് ഇപ്പം ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളും കണ്ടെത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ആട് 2 സക്സസ്സിലാണ് 3 അനൗൺസ് ചെയ്തത്. അപ്പോൾ ആട് 2 മേക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4 ഒക്കെ ചെയ്യണമെന്ന് അത്തരത്തിലുള്ളൊരു കൺവിൻഷൻ അന്നേ ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ടൊരു 3-ാം ഭാഗം വരും വിജയിച്ചാൽ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ക്യാരക്ടേഴ്സാണല്ലോ, ഈ 7 ക്യാരക്ടേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സബ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വേൾഡാണിത്. അപ്പം ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആളുകൾ മടുക്കുവോളം ഇപ്പോൾ ഫ്രാഞ്ചൈസ് സിനിമകൾ നോക്കിക്കോളൂ. ഒരു 10-11 ഒക്കെ വരുന്ന 7-8 ഒക്കെ വരുന്ന ഫ്രാഞ്ചൈസ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു ഫ്രാഞ്ചൈസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മേക്ക് ദ സെക്കൻഡ് വൺ എ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 3, 4, 5 വരെയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഉറപ്പായിട്ടും 2ാമത്തെ വർക്കായിരുന്നെങ്കിൽ 3ാമത്തത് ഞങ്ങൾ ചെയ്യും എന്ന് ആദ്യമേ തന്നെ ധാരണയുണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർക്കാവുകയാണെങ്കിൽ ചെയ്യാം. നമ്മുടെ കൺവിക്ഷൻ എല്ലായ്പ്പോഴും തിയേറ്ററിൽ വിജയിച്ചോണമെന്നില്ല. അപ്പം 2ന്റെ സമയത്ത് തന്നെ ആലോചന ഉണ്ടായിരുന്നു ഒരു 3 ചെയ്യണം. പക്ഷേ 3ന്റെ സമയത്ത് അതൊരു 2 പാർട്ട് ഫിലിമായി ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേയുള്ള തീരുമാനം. അപ്പം ഇനി 4 ഇറങ്ങിയിട്ട് പ്രേക്ഷകർ ഈ പറയുന്ന പോലെ 5ാം പാർട്ട് വേണമെന്ന് ഭയങ്കരമായിട്ട് ഈഗർ ചെയ്യുകയാണെങ്കിൽ അതിവിടെ ചോദിക്കേണ്ടി വരും. അത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. വിജയചേട്ടൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ആട് 1 നിന്നും ആട് 3 നോക്കിക്കഴിഞ്ഞാൽ വിജയചേട്ടൻ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് എ പ്രൊഡ്യൂസറിനേക്കാൾ ഉപരി എനിക്ക് ആട് 3 കണ്ടപ്പം ശ്രദ്ധിച്ചത് ആസ് ആൻ ആക്ടർ ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിജയചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമഡി അധികം ചെയ്യാൻ പറ്റത്തില്ല, അല്ല അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ ആട് 3 നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് കോമഡി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫാക്ട് റിയൽ ലൈഫിലും ഭയങ്കരമായിട്ട് കോമഡി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു ടീമിനോടൊപ്പം ചേർന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു ജേണി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും? നോട്ട് റിയലി. ഞാൻ എന്നും ഹ്യൂമർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അത് ഞാനൊരു ചാനലിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ഓൾവേസ് ലവ്ഡ് ഹ്യൂമർ. നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ആദ്യ സിനിമ തൊട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. അത് മങ്കിപ്പനാണെങ്കിലും അടികപ്പേര് കൂട്ടമണിയാണെങ്കിലും ഹോമാണെങ്കിൽ കൂടി ആ ഫ്ലേവർ അത്, ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മിഥുനറിയാം. ഓരോ ഡയലോഗ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഫ്രൈഡേ ഫിലിം ഹൗസ് യൂണിവേഴ്സിനെ കുറിച്ച് വിജയചേട്ടൻ ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് രഞ്ജിത്ത് സാറിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. പടക്കണം സമയത്ത് ഇത് വലിയ വിജയമായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും പറഞ്ഞു. പലിശയുടെ പലിശ സഹിതം ഈ പടത്തിലൂടെ കിട്ടിയോ? 2 ആ യൂണിവേഴ്സ് എന്ന് എക്സ്പെക്ട് ചെയ്യാം?
ക്രോസ് ഓവേഴ്സിനുള്ള സാധ്യത. ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷൻ ബാനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ദ ഡ്രീമാണ്. അത് നമ്മൾ മനഃപൂർവ്വം ഓക്കെ ഇനി ഇങ്ങനൊരു ക്യാരക്ടറിനെ കൊണ്ടുവരാം, ഇനി ഇങ്ങനൊരു ക്യാരക്ടർ കൊണ്ടുവരാൻ അത് ഇവോൾവ് ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പം ഫ്രൈഡേയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആടിലെ കഥാപാത്രങ്ങളും പടക്കള കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്രോസ് ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി വെൻ ആടിൻ്റെ സ്പിൻ ഓഫ്സ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് ഒരു പിടിവാശി എന്ന നിലയിലേക്ക് ഇപ്പം നേരത്തെ ആദ്യത്തെ ഇതോടൊപ്പം കട്ട് ചെയ്യാൻ എന്റെ സിനിമ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതെനിക്ക് വേണം അല്ലെങ്കിൽ അതെനിക്ക് വേണം അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്തോ എഡിറ്റിംഗ് ടേബിളോ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഐ എം ദെയർ ആസ് എ ആക്ടർ ഓൾസോ ആൻഡ് ദെയർ ആസ് എ ഞാനാണ് അതിൻ്റെ ബാലൻസിങ് ആക്ട്. പ്രൊഡക്ഷൻ ടീം, അതായത് എൻ്റെ ബ്രദർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കാവ്യ ടീം ഉൾപ്പെടുന്ന ഞങ്ങൾ അവരുടെ ഒരു ടീം ഞാനുമായിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു സീനെന്ന് ചോദിക്കുകയും ഞാൻ ഇദ്ദേഹത്തോട് ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു ബാലൻസിങ് ആക്ട് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രൊഡക്ഷനോട് പറയും യെസ് അത് ആവശ്യമുണ്ട്. ഇനി അതല്ലെന്ന് തോന്നിയാൽ ഞാൻ മിഥുനോട് വയ്ക്കുക. അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അല്ലാതെ ഞാനും മിഥുനും തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാറില്ല. മിഥുൻ ഞാൻ ചോദിക്കും, മിഥുൻ എന്നെ കൺവിൻസ് ചെയ്യും. ഞാൻ കൺവിൻസ് ആയില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ മിഥുൻ കൺവിൻസ് ആവും. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കിയ സീനുകളുണ്ട്. ഷൂട്ട് ചെയ്യാതെ വേണ്ട ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച സീനുമുണ്ട്. വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്ഷനെ കൺവിൻസ് ചെയ്ത സീനുകളുമുണ്ട്. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു കണ്ണാടിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആർഗ്യൂ ചെയ്ത് ലാസ്റ്റ് പ്രൊഡ്യൂസർ പുള്ളിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഞങ്ങൾ ഇത്രയും ഒരു ടീമായിട്ട് ഇത്രയും വലിയൊരു സിനിമ ശരിക്കും 10 മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനും VFXും കഴിഞ്ഞ് റിലീസാക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ടാസ്ക് തന്നെയായിരുന്നു. അത് ഇപ്പോഴും ഞങ്ങളിവിടെ തമാശ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇത്രയും 230ഓളം ദിവസം ഷൂട്ട് പോയിട്ട് അന്യോന്യം പ്രൊഡക്ഷനും ഡയറക്ഷൻ ടീമും തമ്മിലോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലോ മുഖം മുഷിഞ്ഞ് ഒന്ന് സംസാരിക്കേണ്ട അവസ്ഥ പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു പടം ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീല് പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സീനുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ചാണല്ലോ സിമ്പിളായിട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നത്. ഇവരെല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഭവിച്ചതാണ്. അത് പിന്നെ സ്വാഭാവികമായും സംഭവിക്കും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 സിനിമ ഓൾറെഡി ഒരുമിച്ച് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഒരു ഋതുവും ഒരു മെക്കാനിക്സും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം കാവ്യയുടെ ടീം വന്നപ്പോഴും ഒരു കൂട്ടം സഹൃദയരുടെ സംഘമാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നത്. സ്പെഷ്യലി വേണുചേട്ടൻ. കാരണം വേണുചേട്ടനെ നമ്മൾ വെറുതെ ഇത് ബ്രഹ്മാണ്ഡ ഹിറ്റ് അടിക്കും അല്ലെങ്കിൽ വലിയ വിജയമാകും എന്ന് പറഞ്ഞു കൊണ്ടുവന്നല്ല. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹവും അല്പം ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് പ്രശ്നരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ലോജിക്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്നാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷനെ ഞങ്ങൾ വിശേഷിപ്പിക്കാറ്. അത് ചേട്ടാ അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ് എനിക്ക് പുള്ളിയെയും കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ 2 പേരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്ത സീനുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ 2 തവണ ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട്. അതെ അത് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂഡ് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അങ്ങനെ ചെറിയ പുള്ളീൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. ജയേട്ടൻ 1-2 സിനിമകളുടെ വർക്കുമായിട്ട് പോയി. സാത്താൻ സീവറിൻ്റെ വീട്ടിൽ പോയി വീട്ടുകാരെ സിനിമ കാണിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അറക്കലബു ഭരതനാട്യത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് പോയി. അദ്ദേഹം തിരക്കുള്ള ആളാണ്. ഇന്ദ്രൻ സേട്ടൻ ഖലീഫേൻ്റെ ഷൂട്ടിൽ നിൽക്കുന്നു. ലാസ്റ്റ് കറക്കി ഞങ്ങൾ ഇത്ര പേര് ഒരു ആക്ടറിനെ ഹോൾഡ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അതാണ് അതിൻ്റെ ലോജിക്ക്. അതായത് അവർ എല്ലാവരും ഈ സിനിമയുടെ റിലീസിന് 10 ദിവസം മുമ്പ് മുതൽ റോഡിൽ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റ്സ് ഇന്നലെ രാത്രി വരെ അവർ എല്ലാവരും കാലിക്കറ്റ്. ഇത് ആക്ച്വലി ഞങ്ങൾ 2 പേരും മാത്രം വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ വീണ്ടും ഈ ഉണ്ണിയൊക്കെ ഷൂട്ട് ചെയ്യാത്ത ദിവസം പോലും സെറ്റിൽ വരുന്നതന്നെ നീ ഉണ്ണിയെടുത്ത് നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞുകൊണ്ടേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു സക്സസ് മീറ്റിന് നമുക്ക് എല്ലാവരും അതെ ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും ഇതിനൊരു സക്സസ് മീറ്റ് ഉണ്ടാവുമല്ലോ, ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് മീഡിയനെ കാണുന്നതായിരിക്കും. ചോദിക്കും. അല്ല
സ്ക്രിപ്റ്റിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ അധികമായാൽ അമർന്ന് വീഴ്ചെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. അതല്ല കേട്ടോ, സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വന്നപ്പം അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആട് 2-ൽ ചെമ്മൻചാട്ടൻ്റെ ക്യാരക്ടറിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കാരണം കഥ വേറെ ഇന്നലെ സൈഡ് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആട് 3 ആയപ്പോഴത്തേക്കും നമ്മൾ വേറെ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ബൈജുവേട്ടൻ്റെ ഉതുപ്പച്ചായൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അത് സ്റ്റെല്ല ആട് 2-ൽ ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ട്രാക്ക് നമ്മൾ പിടിച്ചതായിരുന്നു. അത് പോസിബിലിറ്റീസ് ഇല്ലാതിരുന്നുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം എഴുതി വരുമ്പോൾ നമുക്ക് കുറേ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ എഴുത്ത് പൂർത്തിയായ ശേഷം വായിച്ച് നോക്കുമ്പോഴാണ് അയ്യോ ഇന്ന ആൾക്കാരില്ലല്ലോ എന്ന് ഞാൻ ചിലപ്പം ആലോചിക്കാറുള്ളത്. ഇനി പറയാൻ പറ്റില്ല, അടുത്തൊരു എപ്പി കൺക്ലൂഷൻ വരുമ്പം ഇവരെല്ലാവരും ചിലപ്പം ഇവരെല്ലാവരുടെയും, കാരണം നമ്മുടെ ഫ്രാഞ്ചൈസ് തുടങ്ങുമ്പോൾ ആളുകളല്ലേ, എല്ലാവർക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അതും ഇനി സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ ചിലപ്പം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ട്രിമ്മിങ് എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹങ്ങൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇല്ല, പുള്ളി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാനും പറ്റില്ല. അതാണ് പറയുന്നത്. മാപ്പിളയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ നിർത്തിയത്. പിന്നെ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഇപ്പം നിങ്ങൾ ഷമീറിന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? വൻ ബുദ്ധിയാണ്. പഠിച്ച് SA സെലക്ഷന് പോയി എന്നിട്ട് SI ആയ ആളാണ്. അയ്യോ, വെറുതെ പോലീസിൽ കയറാൻ പറ്റുമോ? ബുദ്ധിയുണ്ട്. എന്ത് തരം ബുദ്ധിയാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശരിക്കും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം ആടിനെ ഇപ്പം സിനിമ കഴിഞ്ഞപ്പോൾ ചേട്ടാ പെട്ടെന്ന് തീർന്നു പോയി സിനിമ കണ്ട്, ആ ക്രോസ് ഓവർ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയി സിനിമ, പിന്നെ ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അങ്ങനെയൊക്കെ ഒരു ക്രിയാത്മക വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച സിനിമയല്ല, ഞങ്ങൾ ആട് 2 പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പം ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു ആട് 2 പോലൊരു സിനിമയല്ല, കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്, എപ്പിക് ഫാൻറ്റസിയിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് അവസാനിച്ചതും ഈ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ലെങ്ത് കൂടിപ്പോയി എന്ന് പറയുന്നതും ഇനിയാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത്. ശരിക്കും ഞാൻ മനസ്സിൽ കണ്ട ഒരു സിനിമയുടെ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം, എൻ്റെ മനസ്സിൽ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും സിനിമ ഇൻ്റർവെല്ലായിട്ടേ ഉള്ളൂ. കാരണം കഥ പകുതിക്കല്ലേ നിൽക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മുടെ ഇതുവരെ വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ പ്രിമൈസ് ബിൽഡിങ്ങും നമ്മൾ ഇഷ്യൂവും പറഞ്ഞു വെക്കലുമാണ് നടന്നിട്ടുള്ളത്. ഇനിയാണ് ആക്ച്വലി ശരിക്കും സിനിമ തുടങ്ങുന്നത്. ശരിക്കും സിനിമ പകുതിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞ് അബ്രപ്റ്റായിട്ട് നമ്മൾ നിർത്തിയത്. ഈ മണ്ടത്തരങ്ങൾ എഴുതാനാണ് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ത്രില്ലർ, ബുദ്ധിപരമായ ഒരു ത്രില്ലറൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൊക്കെ വെച്ച് കളിക്കാം. ഈ നോ ലോജിക് അല്ലെങ്കിൽ നോ ബ്രെയിനേഴ്സൊക്കെ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചിരിക്കുകയും കൂടി വേണമല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും ഹ്യൂമർ എഴുതാനാണ് ആക്ച്വലി ബുദ്ധിമുട്ട്. മണ്ടത്തരങ്ങൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വയം ഒരു മണ്ടനാവാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് വെച്ച് ആളുകളെ സ്ക്രീനിൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി എനിക്ക് പേഴ്സണലി കേട്ടോ, ചിലപ്പം ഹ്യൂമർ എഴുതാൻ എളുപ്പമുള്ള ആളുകളുണ്ടാവും. എനിക്ക് പേഴ്സണലി ത്രില്ലേഴ്സൊക്കെ എഴുതാനാണ് എളുപ്പം. ഹ്യൂമർ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആളുകൾ ചിരിക്കണമല്ലോ. ചിരിച്ചാൽ കോമഡിയും അല്ലെങ്കിൽ ട്രാജഡിയുമാണ്. അങ്ങനെയാണ് ഹ്യൂമറിൻ്റെ ഒരു പ്രശ്നം. ഇനി ടൈമുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വിട്ട സിനിമകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എഴുതണമെന്ന് വിചാരിച്ച സിനിമകൾ ഉണ്ടാവും. ഇതിനു മുമ്പ് ഇത്രയും ഡേറ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച സിനിമകളൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ് ഈ അടുത്ത എഴുതുമ്പോഴും ആ സമയം പോകും. അതുകൊണ്ട് തന്നെയാണോ ഇനി അതിന്റെ അടുത്ത പാർട്ട് വേണ്ടെന്ന് പറയുന്നത്? തനിക്ക് സ്വന്തമായ കുറെ സിനിമകൾ ചെയ്യാനുണ്ട്, ഇത് ഇത്രയും ഡേയ്സ് നീണ്ടു പോകുമ്പോൾ അതിന്റെ ഒരു പോരായ്മ വരുന്നു നമുക്ക്? ഒരിക്കലുമല്ല. കാരണം ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ടേക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അത് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള അതേ പോളിസി തന്നെയാണ്. നമ്മുടെ ഒരു ടേക്ക് അവസാനിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലരുടെയും ബാറ്റ്മാൻ കണ്ടില്ലേ. ഇപ്പം ഞാൻ ഇവരെയൊക്കെ അങ്ങനത്തെ നമ്മുടെ കേരളത്തിൻ്റെ നാടൻ ഹിലേരിയസ് കഥാപാത്രങ്ങളായിട്ട് കാണുന്നു. എൻ്റെ ടേക്ക് അവസാനിക്കുന്നു. അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരുപാട് പുതുമുഖ സംവിധായകരെ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിന് അത് തുടർന്നു കൊണ്ടേ പോകാം. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ശീലമില്ലാത്തത്, ഒരു കീഴ്വഴക്കമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നാടോടിക്കാറ്റും പട്ടണപ്രവേശവും കഴിഞ്ഞിട്ട് അക്കരെ ചെയ്തത് പ്രിയദർശൻ സാറാണ്. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതിനെ പുതിയ രീതിയിൽ കൺസീവ് ചെയ്യാം. ഇപ്പോൾ ഒരു ജെൻസി ഡയറക്ടർ വന്നിട്ട് ആടിനെ കൺസീവ് ചെയ്ത് അവതരിപ്പിക്കാൻ പോകുന്നത് വേറൊരു രീതിക്കായിരിക്കും. അപ്പം അങ്ങനെ കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇനി ആർക്ക് വേണമെങ്കിലും റീവാമ്പ് ചെയ്യാം. കഥാപാത്രങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ
സമാപിച്ചു എന്ന് കരുതുന്നു അല്ലേ? അപ്പം ചോദിച്ചോ. ചെറിയൊരു ആലോചന ഉണ്ടായിരുന്നു. അതും സ്പോയിലറായി പോകുന്നതുകൊണ്ട് പറയുന്നില്ല. വാട്ട് ഇഫ് ഞങ്ങളൊരു ചെറിയ പീസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയും വരാമല്ലോ. ഒരു ചെറിയ ആലോചന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ പിന്നെ ഞങ്ങൾക്കത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇല്ല ഇനി വെച്ചിരുന്നെങ്കിൽ വിഷ്വൽ ഗ്രാൻഡ്യൂറുള്ള 1-2 സീനുകളുണ്ടായിരുന്നു. അത് നമ്മുടെ അക്ഷയ് രാധാകൃഷ്ണനൊക്കെ അഭിനയിച്ച ഒരു അടിപൊളി സീൻ ഉണ്ടായിരുന്നു. ആ വില്ലേജിൽ ഉള്ള അതൊന്ന് വെച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. അത് അത്രയും ഭയങ്കര രസമായിട്ടൊരു 6-7 കുതിരകളൊക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും മനോഹരമായ സീനുകളിലൊന്നായിരുന്നു. അത് ഹ്യൂമർ വരുന്നു. അത് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അത് ഇനി അക്ഷയനെ വിളിച്ചത് പറയണം. അക്ഷയ് സോറി, ഞാനിതുവരെ അവനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ടേഴ്സ് കട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. കാരണം വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീനായിരുന്നു. അത്രമേൽ ഗ്രാൻഡ്യൂറുള്ള, അത്രമേൽ രസമായിട്ട് വന്നിട്ടുള്ളൊരു സീനായിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അതുപോയാൽ എനിക്ക് മോശമല്ലാത്ത, നല്ല ചെറുതല്ലാത്തൊരു വിഷമമുണ്ട്. അത് ഞങ്ങളുടെ പ്രൊമോ സീനായിരുന്നു. കണ്ടിരുന്നു, എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. ഞങ്ങൾ ഇതിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസാണ് പ്രൊമോഷൻ ഉപയോഗിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ ഭൂതകാലത്തിൻ്റെ കുറേ പോസ്റ്റേഴ്സ് വിട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കാലയവാരി തറയിലടിച്ചു, അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം സഹിച്ചു. കാരണം അതായിരുന്നു സ്ട്രാറ്റജി. ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രസൻറ്റിലെ ലുക്കുകൾ വിട്ടു. പിന്നെ ട്രെയിലർ ഇങ്ങനെ വന്നു. പിന്നെ പ്രൊമോ സീൻ അങ്ങനെ ഒരു ബോധപൂർവമായ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രൊമോഷനിൽ പ്രയോഗിച്ചത്. അത് ആ പോസ്റ്റർ വിട്ടതിൽ തൊട്ട് തുടങ്ങി. പിന്നെ ഇനിയിപ്പം ആ സീൻ കണ്ടതുകൊണ്ട് ആട് 4 വരുമ്പോഴത്തേക്കും അറക്കലബുവിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. 2 തവണ പുള്ളി തല്ലി മേടിച്ച് കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചടിച്ചിരിക്കും. അതായിരിക്കും പുള്ളിയുടെ ക്യാരക്ടറിന് കൊടുക്കാൻ പോകുന്ന ക്ലോഷർ. കൈവെട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും അടിച്ചിരിക്കും. അതാണ് പുള്ളിക്ക് കൊടുക്കാവുന്ന ക്ലോഷർ. എന്തിനു ഹാർട്ടക്കാകുമെന്ന് ചാവാലോ ഷൂട്ടിൻ്റെ ഇടയ്ക്ക്. ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഒരു വേണിച്ചേട്ടനെ പോലെ ഒരു പാർട്ട്ണറിനെ എടുക്കുന്നത്. അപ്പം ഇതൊരിക്കലും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്കതിലൊരു സന്തോഷമുള്ളത് വേണിച്ചേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരു ആളുടെ കൂടെ ഇത് ചെയ്തല്ലോ. അല്ലാതെ ഒരു ബോംബെ സ്റ്റുഡിയോ ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് കൂടുതലും. എന്ത് സംഭവം എന്ന് അറിയോ, ഇതിനകത്ത് ഇത്രയും വലിയ കോടികളുടെ റിസ്ക് എടുക്കുമ്പോൾ ഇദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ 2 വേഷത്തിലും കൂടെ നിൽക്കേണ്ട ഒരു ആക്ടർ കൂടിയാണ്. അതിൻ്റെ സംഘർഷം നമ്മൾ കാണുന്നതല്ലേ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ. അത് ഒരു വലിയ ടാസ്ക്കാണ്. ഇനി അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനത്തെ ഒരു ആലോചനകളിലേ പോയിട്ടില്ല. ആദ്യം തൊട്ടേ ഒരു പാർട്ട്ണർ എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നു ഇദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റ് വേണിച്ചേട്ടൻ വന്നു ചേർന്നു. വിനായകൻ കാണിച്ചാലോ. ആടിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പകുതിയായ സ്ക്രിപ്റ്റാണ് പുള്ളിക്ക് കൊടുത്തത്. നമ്മൾ 2 പാർട്ട് ഫിലിമാന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 100% അതെന്താ സംശയമുള്ളത്. എന്തൊരു കുത്തിത്തിരിപ്പോന്ന് നോക്കിയാൽ സൈഡിലിരുന്നുണ്ട് ആ സീ കട്ട് ചെയ്തകളെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ വന്നതിനും. ഇനി നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ സക്സസ് സെലിബ്രേഷന് നമുക്ക് ഒരുമിച്ച് കൂടാം. യെസ്. റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു ഇത് ചൊറിഞ്ഞല്ല. ഡബ്ബിംഗ് സ്യൂട്ടിൽ വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കുടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ മുഴുവൻ ആട്ടും തുപ്പുക ചെറിയ സീൻ മറ്റേ ഡബ് ചെയ്യാൻ വന്നിട്ട് കേട്ടിട്ട് പോയ ആളാണ്. പറഞ്ഞു വയ്ക്കും. ലാസ്റ്റ് 5 ദിവസം കൊണ്ടാണ് ഡബ്ബിംഗ് പൂർത്തിയാക്കിയത്. അത് 20 പറഞ്ഞോ. കണ്ടോ ന്യായം വരുന്നത് കേട്ടോ. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ആ സീൻ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ
വർക്കൗട്ടായി. പി ശശി ഇദ്ദേഹം തമ്മിലുള്ള പുള്ളി വന്നു, സഭ മറ്റെന്താ പറയുക, സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാത്ത പുള്ളി വളരെ ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു. ആ സീൻ കറക്റ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് വർക്കൗട്ട്. അതിലെ ഇന്ദ്രൻ ചേട്ടൻ തിരിച്ചു പറയുന്ന ഡയലോഗ് എല്ലാം എഴുതിയ പുള്ളി തന്നെയാണ്. അതെ. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബാക്കി നമുക്ക് ഇതിൻ്റെ സക്സസ് മീറ്റിൽ കാണാം. കൂടെ നിന്നതിനും പ്രോത്സാഹിപ്പിച്ചതിനും ആടിനെ ഇതുവരെ എത്തിച്ചതിനും എല്ലാവർക്കും ആട് ടീമിൻ്റെ പേര് നല്ലൊരു സെലിബ്രേഷൻ നമുക്ക് ഇതിൻ്റെ സക്സസ് മീറ്റിന് എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.